ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്നിപ്പോ ആകെ ഉള്ളതെന്ന് പറഞ്ഞാല് കല്യാണത്തിന് ഇന്നിപ്പോ തിങ്കളാഴ്ച അല്ലേ? നാളെ ചൊവ്വ ബുധൻ, മറ്റന്നാളാണ് ഞങ്ങളുടെ കല്യാണം. താലി വാങ്ങിയിട്ടില്ല, അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവർക്ക് ബ്ലൗസ് വാങ്ങിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളിൽ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കല്യാണം തട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ആദ്യത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് താലി പോയി വാങ്ങിയിട്ട് വരണം. അപ്പം ഞങ്ങളെ അനുഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കൂടെ കാണണം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം താലി വാങ്ങാനായിട്ട് പോകാം. ഞങ്ങൾ ആദ്യം താലി വാങ്ങാനായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കടയിൽ ആളില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. മാമനെ വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞ് സമയം എടുക്കും. ആദ്യം മാമൻ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഓട്ടത്തിനിടയിൽ എനിക്ക് സമയം കിട്ടിയില്ല പോകാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ചെന്നപ്പോഴാണെങ്കിൽ മാമനും അവിടെ ഇല്ല. ഇനി എന്തായാലും ഒരു 6 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞ് വീണ്ടും ഇനി 6 മണിക്ക് ഇനി അങ്ങോട്ട് പോകണം. അതിനിടയിൽ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളെ ഈ ആപ്പിൾ ബുട്ടീക്ക് ഉണ്ട്. ഇവിടെ നിന്ന് പൊന്നിനുള്ള ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങണം. അതാണ് നമ്മളെ അടുത്ത പരിപാടി. എനിക്കെപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരിക്കേണ്ടി അവള് വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇനി ഇതും റെഡിയായില്ലെന്നാണ് തോന്നുന്നത്. അവർ പറയുന്നത് എന്തോ ആയില്ല, നമ്മൾ ബില്ലെടുത്തില്ല. തച്ചില്ലേ? അറിഞ്ഞൂടാ, നോക്കിട്ട് മിക്കവാറും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ബ്ലൗസ് കിട്ടുന്നത്. അറിഞ്ഞൂടാ, സ്റ്റിച്ച് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചില്ലല്ലോ. എന്ത് വിളിക്കാത്ത? സാധാരണ അങ്ങനെ വിളിച്ചിട്ടല്ല ഞാൻ ഒരിടത്തും പോകാറ്. ശരിയാണ്, നമ്മൾ സാധാരണ ബ്ലൗസിന് കൊടുത്തിട്ട് പിന്നെ 6 മാസം കഴിയുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത പൈസയൊക്കെ കണക്കൂട്ടി വാങ്ങാം. ഇപ്പം കറക്റ്റ് സമയത്ത് ഒന്ന് ചെന്നപ്പം ബ്ലൗസ് ആയില്ലെന്ന് തോന്നുന്നു. അടിപൊളി ഇരണം. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ആയില്ലെങ്കിലാ നാളെ വരും. നാളെ കിട്ടും. കല്യാണം പറ്റിയിരിക്കും. ദിവസം മൊത്തം അടിപൊളിയാണ് കേസ്. ആദ്യം താലിക്ക് പോയപ്പോൾ കിട്ടിയില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് എന്താണ് ബ്ലൗസ് വാങ്ങണം. അത് നടന്നില്ലെങ്കിൽ മെഹന്തി ഇടണമെന്ന് ഒരാൾ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകണം. മൊത്തത്തിൽ ഓട്ടമാണ്. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ കേസ് നല്ലൊരു ഐശ്വര്യമുള്ള ദിവസമാണ്. ബ്ലൗസ് നാളെ കിട്ടും. ബ്ലൗസ് അവിടെ ചെന്നപ്പോ നമ്മള് ബില്ലും കൊണ്ടുപോയി അവര് അതേപോലെ തന്നെ തുണിയിരിക്കുകയാണ്. നാളെ മറ്റന്നാളെ കല്യാണം. മിക്കവാറും ഉള്ള ബ്ലൗസിൽ കല്യാണം കഴിക്കില്ല. നാളെ രാവിലെ 11 മണിക്ക് വരാൻ പറഞ്ഞു. 11 മണി അല്ല, അതാവും അവര്. ഞാൻ കരയണമെന്നില്ല. നാളെ 11 മണിയാകുമ്പോ ബ്ലൗസ് റെഡിയാവും. ഇനി നമുക്ക് നേരെ ഞങ്ങള് എല്ലാം കൂടെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുള്ളൊരു സംഭവം നോക്കിയത്. സംഭവം എല്ലാം കൊണ്ട് തിരികിടയായി. ഇനി എന്തായാലും ഇനിയിപ്പോ അടുത്തത് മെഹന്തി ഇടാൻ പോണം. ഇനിയിപ്പോ എന്തായാലും നമ്മള് ഇനി ചെല്ലുമ്പോ അവര് പറയുന്നത് മെഹന്തി ഇടാൻ പറ്റൂല, നാളെ പറഞ്ഞാൽ പറ്റും. ഇല്ല, അടുത്ത നമുക്ക് മെഹന്തി ഇടാനായിട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് പോവാം. ജസ്റ്റ് ഇവിടെ വീട്ടിൽ കയറണം. പൊന്നിന്റെ വീട്ടിൽ കയറിയിട്ട് അതിന്റെ അമ്മയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട് കണ്ടിട്ടില്ല എന്ന്. ഞാൻ ആദ്യമൊക്കെ ഇടുന്ന ഷോർട്സിൽ പിന്നെ പൊന്നിന്റെ ബർത്ത്ഡേക്ക് വന്നതിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും നമുക്ക് പൊന്നിന്റെ വീട്ടിലേക്ക് പോവാം. വാ. എന്നെ കൃഷി പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. കണ്ടില്ലേ? പയറ്, വെണ്ട, റോസ. ഇവിടെ നിന്നാണ് ഞാൻ എല്ലാ തൈകളും മിക്കവാറുള്ള എല്ലാ തൈകളും കൊണ്ടുവരുന്നത്. ഒരു പൂന്തോട്ടം എന്ന് തന്നെ പറയാൻ പോകുന്നു. ഇതൊന്നും അവളുടെ ഇതല്ല. ഒന്ന് ചെടി തൊടണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചെറുതായിട്ടൊക്കെ സഹായിക്കും. ആകെ എല്ലാം ചെയ്യുന്ന അവളുടെ അമ്മയാണ്. അവിടെ നിന്ന് പണി നടക്കുന്നു കേട്ടോ. പണി നടക്കുന്നു. അനിയകത്തോടി ഡോറിട്ടല്ലേ? മുടി വെട്ടി കരഞ്ഞ ആളാണ്. നമ്മളെന്തായാലും ഫുഡ്, ഞാൻ രണ്ടുപേരുടെ ഫുഡ് കഴിച്ചിട്ട് നേരെ മുടി കെട്ടാൻ പോണം. അവിടെ മെഹന്തി ഇടുന്നവർ പറഞ്ഞ് എത്ര മണി? 6 മണിക്ക് ചെന്നാൽ മതി. അപ്പൊ ഞങ്ങളെ പ്ലാൻ വീണ്ടും തെറ്റിച്ച് നേരെ ഹെയർ കട്ട് ചെയ്യാൻ പോണം. കൂടാ നീ വരുന്നുണ്ടാടാ മുടി കെട്ടാൻ? ഇനി നീ എന്തൊരു വെട്ടായിരിക്കണം ഇതില്. മൊട്ട അടിക്കാം. ഇനി ഒന്നും വെട്ട്. ഇനി അവന്റെ തലയില് വെട്ട ഒന്നുമില്ല, എല്ലാം വെട്ടി. കവന്ന് കടന്ന് കരയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ദിവസത്തെ കണി എന്ന് പറയുന്നത് നല്ല ഉഗ്രനായതുകൊണ്ട് വേറെ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തില്ല എനിക്ക് ഹെയർ കട്ട് ചെയ്യണം, മുടി വെട്ടണം. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ അങ്ങോട്ട് പോവുകയാണ്. ഹെയർ കട്ട് ചെയ്യണ ചേട്ടൻ ഇന്ന് മലയ്ക്ക് പോകും. അപ്പൊ ആ ചേട്ടൻ മലയ്ക്ക് പോണതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അത് കഴിഞ്ഞ് വന്ന്
അമ്മ ഒരു അലമാര കൊണ്ട് വാങ്ങിക്കുന്നുണ്ട്. അലമാര വീട്ടിൽ വരും. ഇത് അതിന് എന്തെന്നാ പറയല്ലോ, സ്ത്രീധനമൊന്നും അല്ല. അമ്മ അലമാര പറഞ്ഞിട്ടുണ്ട്. അത് വരും, കൊല്ലത്തുനിന്ന് വരും. അപ്പൊ അത് വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീട്ടിൽ കാണണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് മെഹന്തി ഇടാൻ ലാസ്റ്റ് പോകണം. ബ്ലൗസ് ഇന്ന് കിട്ടിയില്ല, താലി ഇന്ന് കിട്ടിയില്ല. അതൊക്കെ പെൻഡിങ് ആയി. അതൊക്കെ ഇനി നാളത്തേക്ക് മാറ്റി. എന്നും ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ വിഷ്ണുസിലെത്തി സംഭവം. എല്ലാ കാര്യങ്ങളും മുടങ്ങി. ഇനി ഇതും മുടങ്ങുമെന്ന് നോക്കാം. ഇന്നത്തെ നാള് ശരിയില്ലെന്ന് തോന്നുന്നു. ദിവസം അത് തന്നെ, ആ ശനിയും അപകടവും എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ദിവസം ശരിയല്ലെന്ന് തോന്നുന്നു. ഇനി ഇതൊന്ന് കോലം മാറ്റി ഏത് കോലം ആവും അറിഞ്ഞൂടാ. ഒന്നാതെ ഞാൻ ഈ കോലമാണ്, ഒരു കോലമാണ്. എന്തായാലും നമ്മൾ അകത്ത് കയറട്ടെ. തിരക്കുണ്ടെന്ന് അറിഞ്ഞൂടാ. തിരക്കുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട്. നടക്കുമോ? രണ്ടുപേരാ വെയിറ്റ് ചെയ്യാം. ഈ പരിപാടി നടക്കില്ല കേസ്. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസമാണ്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇന്നായിരുന്നെങ്കിൽ ഞാൻ തോറ്റേനെ. അത്ര ഐശ്വര്യമുള്ള ദിവസമാണ് ഇന്ന്. കാരണം ഒരു കാര്യം നടക്കാത്ത ഒരു ദിവസമാണ്. കല്യാണത്തിന്റെ ഡേറ്റ് ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ഓർക്കാനേ വയ്യ. ഒരു പരിപാടി നടക്കാത്തൊരു ദിവസം, ഒന്നും നടന്നില്ല. ഓട്ടത്തിന്റെ പല ഘട്ടങ്ങളിലോട്ടാണ് ജഗീഷ് പല കാര്യങ്ങളും മറന്നു പോവുകയാണ്. അവിടെ ചെന്ന് ഹെയർ കട്ട് ചെയ്യാൻ നിന്നപ്പോഴാണ് 2-3 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ ടി വിയിൽ ഒരു ഇത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരി സംഭവം ഓർത്തത്. ഇന്ന് ചെല്ലാന്നാണ് പറഞ്ഞത്. ഒന്നും എടുത്തില്ല. നോ ഗോൾഡ് മാരേജ്, നോ ഗോൾഡ്, സ്വർണ്ണമില്ല. നമ്മൾ റെന്റിലാണെല്ലാം. പുള്ളിക്കാരിയുടെ ബ്ലൗസ് പോയപ്പോ തൊട്ട് ആള് ഇങ്ങനെ കിളി മറന്ന് നിൽക്കുകയാണ്. അതിനുശേഷം ആള് നല്ല ഡൗൺ ആയി വിഷമിച്ച് നിൽക്കുകയാണ്. നമുക്ക് നാളെ കിട്ടും, ഇല്ലെങ്കിൽ നമുക്കൊരു പഴയ ബ്ലൗസ് എടുക്കാം. ചെന്നില്ലെങ്കിൽ ചിലപ്പോ ഓർണമെന്റ്സും കിട്ടൂല. അപ്പൊ നോക്കിയപ്പോ ഓർണമെന്റ്സും കിട്ടിയില്ല കേട്ടോ. ശരി, തെറ്റിപ്പോയി. ഓർണമെന്റ്സും കിട്ടിയില്ല. നമ്മൾ അടുത്ത നേരെ ഇനി അത് വാങ്ങാനായിട്ട് പോകാന് നമുക്ക് അകത്തോട്ട് പോവാം. നടന്ന കാര്യം ഇത് മാത്രമാണല്ലേ. കല്യാണത്തിന് കല്യാണ സാരിയും ബ്ലൗസും മാത്രമില്ല, ബാക്കിയല്ല. കല്യാണ സാരി ഉണ്ട്, ബ്ലൗസ് മാത്രം ഇല്ല. ബാക്കിയെല്ലാം പെൻഡിങ് ആയി. ഇത് മാത്രമേ നടക്കണുള്ളൂ. ഇതാണ് റിസപ്ഷൻ. ഇതാണ് റിസപ്ഷൻ ഇടുന്ന മാല തന്നെ. ഇപ്പൊ സന്തോഷമായില്ലേ? ബ്രൈഡായി. സംഭവം ഇപ്പോഴാണ് ആളിന് കുറച്ച് ഹാപ്പി ആയത്. ഇതൊന്ന് കൈ കിട്ടിയപ്പോഴാണ് ഞാൻ ഹാപ്പി. ഇതെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുക്കാൻ പോകും. സംഭവം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ്, ഞാൻ നേരെ ചേട്ടൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മ അലമാര കൊണ്ടുവരുമെന്ന്. ആ അലമാര ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ റെൻ്റൽ ജ്വല്ലറി എടുക്കാൻ പോയിട്ട് ഞാൻ നേരെ ജ്വല്ലറി എടുത്ത് ഇങ്ങ് വീട്ടിൽ വന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോയേക്കുന്ന്. ഇപ്പം അലമാര കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ചേട്ടൻ്റെ മുടി വെട്ടാൻ പോവാൻ. അപ്പം ഇനി ചേട്ടൻ വന്നിട്ട് കാണാം. ഇതില് വെട്ടണ്ടല്ലോ. അങ്ങനെ ഒരു വിധത്തിലുള്ള ഞങ്ങളുടെ ഈ ഹെയർ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. ഇവൻ പറഞ്ഞേ ഇനി ശരിയാക്കണമെങ്കിൽ പറ്റില്ല, കഴുത്ത് മാറ്റി വെക്കാൻ, തല മാറ്റി വെക്കാൻ വേറെ വഴിയുള്ളൂ. ഇതുവരെ ബ്രൈഡായ ഞാൻ ചെയ്തില്ല. ഇവിടെ ഒന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട. അപ്പൊ ഇവര് പറയുന്നത് അവരെല്ലാം ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് പോയ ആളിനെ കണക്കിരിക്കും, പെണ്ണിന്റെ വേലക്കാരനെ കണക്കിരിക്കും. അതുകൊണ്ട് നീ കൂടെ ചെയ്യണമെന്ന്. ഇല്ലാതെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ച ഞാൻ ഇപ്പതാ ഇങ്ങനെയൊക്കെ കിടക്കണം. എന്തിനാവും എന്തോ ഭഗവാനെ. ഇതിപ്പോ നമ്മൾ ഏത് ഫേഷ്യലാണ് ട്രൈ ചെയ്യുന്നത്? നോർമൽ ഫേഷ്യൽ. നല്ല നാടനായ നോർമൽ ഫേഷ്യലാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. സമയം ഒരുപാടായി. 7:30 ഇനി പൊന്നുവിന് മെഹന്തി ഇടാൻ പോകണം. അതിന് മുന്നേ ഇവൻ ചെയ്തു തീർക്കണം. എന്തായാലും
ഓടി ഓടി ഊപ്പാട് വന്നു. ഉണ്ടെന്ന് തോന്നണം. എന്തിനാണ് അലർജി? എനിക്ക് ഇന്നവരെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പണ്ട് ഇതേനൊക്കെ പട്ടി കടിച്ചപ്പോൾ കുത്തിവെക്കാൻ ചെന്നപ്പോഴാണ് അവർ ചോദിച്ചത് അലർജി എന്തെങ്കിലും ഉണ്ടോ, സ്കിന്നിന് അലർജി എല്ലാം ഉണ്ടോ. അപ്പൊ അടുത്ത ഇവനും ചോദിക്കുന്നു എന്ത് കുഴപ്പമുണ്ടോ? അതെ, എന്തൊക്കെയോ ഇതിന് മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. എന്തിനാ ഒരു സ്പെഷ്യല് അതറിഞ്ഞൂടാ, അറിയാൻ വയ്യ. ഓപ്പറേഷൻ നടക്കുമ്പോലുണ്ട്. എന്ത് ചെയ്യാനാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ എണീച്ച് ഞാൻ വരുമ്പോ ചീത്ത വിളിക്കുന്നു. എണീറ്റാ കുഴപ്പമുണ്ടാ? ഇത്രയൊക്കെ ഭംഗി വരുള്ളൂ. ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ലുക്ക് ഉണ്ടല്ലോ, അതിനപ്പുറം പോവോ? ഈ പൊന്നൂര് അവനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഉറങ്ങി എണീച്ചൊരു ഫീല്. കരഞ്ഞ് മൂക്കില് മറ്റേ സാധനം വെച്ചൊരു കുത്ത്. അടുത്ത പെയിന്റ് അടിക്കുന്ന സമയം വെള്ളം അങ്ങനെ കേസ് എന്നെ ഇവരെ ഒരുക്കി റെഡിയാക്കി എന്തൊക്കെയൊക്കെ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവൻ എന്നെ അടിപൊളിയാക്കി തന്ന്. ഇനി ഇതിൽ കൂടുതൽ അടിപൊളിയാക്കണമെങ്കിൽ എൻ്റെ തൊലി വെട്ടി മാറ്റണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുവിനെ മെഹന്തി ഇടണം. ഒരുപാട് സമയമായി. 5 മണിക്ക് ചെല്ലാന്ന് പറഞ്ഞാണ് ഇന്നത്തെ ദിവസം മൊത്തം കോളായിരുന്നു. ഫസ്റ്റ് കണിയായിട്ട് കണ്ടത് തന്നെയാണ്. ഇന്നത്തെ കണി ഇവനായിരുന്നു. എന്തായാലും 7:30 മണി ഞാൻ അവിടെ അവൻ എൻ്റെ മൂക്കിലെ മറ്റേ സാധനം ചെയ്തപ്പോ അതിനെന്തെന്ന് പറയും പൊന്നു? ഫേഷ്യൽ അല്ലല്ല, മറ്റേ മൂക്കിൽ നിന്ന് വൈറ്റ് ഹെഡ്സ് എടുത്ത് കളയണം. ആ സംഭവം എടുത്ത് കളഞ്ഞപ്പോ കണ്ണീന്ന് വെള്ളം വന്ന മൂക്കിന്ന് വെള്ളം വന്ന പൊന്നീച്ച പറഞ്ഞ് എന്റെ മൂക്കുകൂടെ അടഞ്ഞ്. അപ്പൊ 5 മണിക്ക് പോവാന്ന് പറഞ്ഞ ഞങ്ങള് ഇത്ര സമയമായി. ഇപ്പം മണി ഏതാണ്ട് 7:30 മണിയായി. ഇനി വേണം ആ കുട്ടികളുടെ വീട്ടിലോട്ട് പോകാൻ. അവർ നല്ലതുപോലെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. അവര് ഇൻസ്റ്റാ പേജിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇനി അവിടെ പോയിട്ട് വേണമെന്ന് നോക്കാനായിട്ട് ഇൻസ്റ്റാ പേജൊക്കെ. എന്തായാലും ഇവൻ വന്നതുകൊണ്ട് ഞങ്ങൾ കാറിൽ പോകാൻ പറ്റി. എന്തായാലും നേരെ അങ്ങോട്ടാണ്. ഞങ്ങളങ്ങനെ അവിടെ എത്തി. ഈ വീട്ടിലുള്ള കുട്ടികളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് കാണാം. സംഭവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അനുരാഗിൻ്റെ പേര് അനുരാഗിയാണ് വർക്ക് ചെയ്യുന്നത്. ആൾ തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ബാക്കി ലാസ്റ്റ് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ എന്തായാലും തുടങ്ങുന്ന ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ അമ്മ അനിയനെയൊന്നും കണ്ടാൽ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കും. അമ്മ അനിയനെയൊന്നും ഇനി ചോദിക്കരുത്. ഈ ഇരിക്കുന്നതാണ് അമ്മ അനിയനൊക്കെ. ഇപ്പൊ ഏതാണ്ട് ഒരു കൈയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇപ്പം രാത്രി കുറച്ച് ഫുഡ് കഴിക്കണം. ഇന്നത്തെ ദിവസം ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചില്ല. ഏതാണ്ട് ഇവൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊന്നിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇന്ന് ഫുഡും കഴിച്ച് അവളെ ആക്കിയിട്ട് വീട്ടിലോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. ഇന്ന് എല്ലാ കാര്യവും നടക്കാതെ വന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ആകെ നല്ല രീതിക്ക് നടന്നത് മെഹന്തി മാത്രമാണ്. പിന്നെ എൻ്റെ ഫേസ് സംഭവം അവൻ പറഞ്ഞ് ഇനി വെളുപ്പിക്കണമെങ്കിൽ തൊലി ഇളക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള രീതിയിലെല്ലാം നമ്മൾ ചെയ്തു. നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. വായില് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കൊതി വരും. കൂടുതലും വിശക്കുന്നുണ്ടാണ്. അപ്പൊ നമ്മ കഴിക്കാൻ പോവാ. രസാടെ വേണം അല്ലേ? ഇതെങ്ങനെ നീ എങ്ങനെ കഴിക്കും? നിങ്ങൾ ആരെങ്കിലും വാരി തരണം. ഒരു പ്ലേറ്റ് പൊറോട്ട, 2 ദോശ. പൊറോട്ടക്ക് ഗ്രേവി, ബീഫ് കറി, ബീഫ് റോസ്റ്റ്. എൻ്റെ ജീവിതത്തിലെ യോഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് വാരി കൊടുക്കണം, പെണ്ണിന് വാരി കൊടുക്കണം. പാവം അവര് വരി കൊടുക്കണം. ഇന്നത്തെ എല്ലാ പരിപാടികളും ഏകദേശം ഒതുങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും
ഒരു എണ്ണം കെട്ട ദിവസമായിരുന്നു. ഒരു കാര്യവും നല്ലതുപോലെ നടന്നില്ല. എല്ലാം പാതി വഴി നാളെ എന്നൊക്കെ മാറ്റി. ഏറ്റവും അവസാനം പൊന്നുവിന് മെഹന്തി ഇട്ട് പാവത്തിന് രാവിലെ മുതൽ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ രാത്രിയാണ് ഞങ്ങൾ ഫുഡും കഴിച്ച്, അതിനിടയിൽ അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഫുഡും കഴിച്ച് ആളിനെ ആക്കി ഞാനങ്ങനെ കിടക്കാൻ പോവുകയാണ് ഗൈസ്. നാളെ രാവിലെ ഇന്നിപ്പോൾ ഏതാണ്ട് 12 മണിയായി. നാളെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ നാളെ എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു.